നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. 4 മണിക്കൊക്കെ നമുക്ക് എപ്പോഴും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. 4 മണിക്ക് വേണമെന്നില്ല, രാവിലെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എനിക്കെപ്പോഴും 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നിരുന്നത് ഈ 4 മണിക്കാണ്. ഇതിൽ പഞ്ചസാരയും തേങ്ങയും ചേർത്ത ഒരു കൊഴുക്കട്ട നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടം പഞ്ചസാരയും തേങ്ങയും ചേർത്ത് കൊഴുക്കട്ട കഴിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കൊഴുക്കട്ട പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യം അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പം, പത്തിരി, പുട്ട് അങ്ങനെ പറയുന്ന ഏത് അരിപ്പൊടി നമുക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇത് ഫ്രഷ് തേങ്ങയാണ്. അതൊരു 1.25 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പ് വെള്ളം. പിന്നീട് സ്പെഷ്യലായിട്ട് നമുക്കതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ചേർക്കണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഇത് കുറച്ച് പഞ്ചസാര. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചിടണം. ഞാനൊരു 3-4 ഏലക്ക അതിൽ നിന്ന് എടുക്കും. ഇത് ശർക്കരയാണ്, 2 കട്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/2 സ്പൂൺ നെയ്യും വേണം നമുക്ക്. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ അധികം ചേർക്കാം. അതിൽ കൂടുതലാകാൻ പാടില്ല. ഇനി ഇപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ശർക്കര നമുക്ക് ഉരുകി കിട്ടും. ശർക്കരയൊക്കെ ഫുൾ അലിഞ്ഞ് ശർക്കര തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. വല്ല ചെറിയ കട്ടകളൊക്കെ ചിലപ്പോൾ കാണും ഈ ശർക്കരയിൽ. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾ ഇതൊന്ന് അരിച്ച് തന്നെ ഒഴിക്കുവാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് തേങ്ങയാണ്. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് നട്ട്സും മുന്തിരിയും ചേർക്കാം. ഓപ്ഷണലാണ് ഇത് തികച്ചും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നാലും ചേർക്കുന്നത് കൊണ്ട് തരക്കേടൊന്നുമില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ഇത് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ശർക്കരയിലെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ മാത്രം മതി. ഒരുപാട് സമയമൊന്നും ഇതിനെടുക്കില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഞാനൊരു 3 ഏലക്കയാണ് അതിൽ നിന്ന് എടുത്തത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താണ് പൊടിച്ചത്. ഒന്ന് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമ്മുടെ ശർക്കരയും തേങ്ങയും ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാമല്ലോ, വെള്ളമൊക്കെ ഇതിൽ വറ്റി. ഒരുപാട് സമയം ഇനി വെച്ചേക്കണ്ട, കാരണം ഇരുന്നാണെങ്കിലും ഇതിലെ വെള്ളം പെട്ടെന്ന് വറ്റിക്കോളും. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ട മാവാണ്. 1 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം എന്ന നിലയിലാണ് നമ്മളിത് എടുക്കേണ്ടത്. ഗ്ലാസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി. ആദ്യമായിട്ടൊക്കെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു 1.25 കപ്പ് വെള്ളം ചൂടാക്കിക്കോളൂ. എന്നിട്ട് അത് മാവിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കണം. ചില മാവിനൊക്കെ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു 2 ടേബിൾ സ്പൂണൂടൊക്കെ അധികം വേണ്ടി വരും മാവൊന്ന് നല്ല സോഫ്റ്റ് ആവാൻ. നമുക്കിതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും. മാവിനൊരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിരുന്ന് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് ഇളക്കി അങ്ങ് വെക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം. കാരണം പിന്നീട് കുഴയ്ക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ചൂടോടെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റില്ല. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ അടച്ച് നമുക്ക് മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ ചൂട് പോകത്തുള്ളൂ. ഇപ്പം ചൂടൊക്കെ പോയി ഞാനൊന്ന് കുഴച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവുണ്ട്. ഇനി കയ്യിലെങ്ങാനും ആരുടെയെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ കയ്യിൽ വേണമെങ്കിൽ ചെറുതായിട്ട് ഇത്തിരി എണ്ണ തടവിയതിന് ശേഷം കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കുഴച്ചു വെച്ചിരിക്കുന്ന ഈ മാവിൽ നിന്നും ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ മാവെടുത്ത് കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം സെൻറ്ററിൽ ഇങ്ങനെ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ഒരു കുഴി ഉണ്ടാക്കണം. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സ് വെക്കരുത്. കാരണം ഇപ്പോൾ ഇതിന് ചെറിയ കട്ടിയുണ്ട്. ഇത്രയും കട്ടിയിൽ വെച്ചാൽ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. വീണ്ടും നമ്മൾ ഒരറ്റത്ത് നിന്ന് കൈകൊണ്ട് തന്നെ ഈ വലിപ്പത്തിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒരുപോലെ കനം പോലെ നമ്മൾ പരത്തിയെടുക്കണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കുന്നത്. ഓവറായിട്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം എല്ലാം ഒന്ന് സീൽ ചെയ്തിട്ട് വീണ്ടും കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ബോളൊന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കണം. കാരണം എവിടെയെങ്കിലും പൊട്ടിപ്പോകാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അഥവാ എന്തെങ്കിലും വിള്ളലോ പൊട്ടലോ ഒക്കെ വന്നാൽ നമ്മൾ കൈ കൊണ്ട് തന്നെ കുറച്ച് മാവെടുത്തിട്ട് നമുക്കത് സീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് പഞ്ചസാരയും തേങ്ങയും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഞാൻ
വേറൊരു മിക്സ് വെക്കുവാണ്. ഇതൊരു ഇഡലിത്തട്ടാണ്. ഇഡലിത്തട്ടിലേക്ക് നമുക്കൊരു 20 മിനിറ്റ് മിനിമം നമുക്ക് ആവി കയറ്റിയെടുക്കണം. ഇതിലൊരു 9-10 കൊഴുക്കട്ട നമുക്ക് ഈ അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകാവൂ. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ കുഴക്കട്ട നല്ലതുപോലെ ആവിയൊക്കെ കയറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പം കഴിച്ചു നോക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.